കിളി പോയിട്ടുള്ള വണ്ടി ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇന്ന് എവിടെയാണ് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എവിടെയാണ് നമ്മൾ ഗൈസ് ഞങ്ങൾ ഇന്ന് കവയ്ക്ക് വന്നിരിക്കുകയാണ്. സംഭവം ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കണം പറഞ്ഞാൽ ഞാൻ ഇന്ന് കട്ട പോസ്റ്റ് ആയിരുന്നു. അനൂപിന് വേറെ എന്തോ പരിപാടിയൊക്കെ ഉണ്ട് പറഞ്ഞാൽ കാലത്തോട്ട് അവിടെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെയല്ല, മീൻസ് ഇപ്പോൾ മംഗൾ ഡാമായിരുന്നു പരിപാടി. അത് സോറി ഗൈസ്, മലമ്പുഴ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുറച്ച് ഫോട്ടോഷൂട്ട് ഉണ്ട്, അപ്പോൾ നമുക്ക് കവയ്ക്ക് പോവാ, നീ വാന്ന് പറഞ്ഞു. അങ്ങനെയാണ് രാകേഷും ഫസലിനെയും ഞങ്ങൾക്ക് കിട്ടിയത് കേസ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് ഇവിടേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എങ്ങനെ ഇവിടെ എത്തി നിങ്ങൾ ഓടിപ്പോയി കണ്ടിട്ടാ. അപ്പോൾ കേസ് ഞങ്ങൾ കവയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് അനൂപ് ഇപ്പം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം ഒരു ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിനിയിപ്പോൾ പാലക്കാട് എത്തി അവിടെ പോയിട്ട് അവിടുത്തെ വിഷ്വൽസൊക്കെ കാണാം കേസ്. അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് പോട്ടെ. കേസ് അപ്പം എന്നെ അനൂപ് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ എന്തായാലും മലമ്പുഴ ഡാമിൽ അവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ നേരെ കവയ്ക്ക് പോവാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നീയും വരുന്നുണ്ടെങ്കിൽ ഇറങ്ങി നമുക്ക് ഒരുമിച്ച് പോവാം, നിനക്ക് വ്ളോഗും ചെയ്യാം, അടിപൊളി സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ട് അനൂപ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അത് കേട്ടതും ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് ഇറങ്ങി കേസ്. അപ്പം നേരെ ഞാൻ പാലക്കാട് പോയിട്ട് അനൂപിനെ കണ്ടിട്ട് അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് കവയ്ക്ക് പോണ കേസ്. അപ്പോൾ നമുക്ക് പോണ വഴിക്ക് അടിപൊളി മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട്, അത് കണ്ട് ആസ്വദിച്ചിട്ട് നമുക്ക് പോവാം കേസ്. കേസ് അങ്ങനെ ഇപ്പം ഞാൻ വന്ന് കൂടല്ലൂരെത്തി. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ഈ പാലം കണ്ടപ്പോൾ വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് കേസ്. പിന്നെ കൂടല്ലൂരിന് എനിക്ക് പൊതുവേ വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു പണ്ട്. എനിക്ക് ഇവിടെ എത്തിയപ്പോൾ വീഡിയോ എടുക്കാൻ തോന്നി കേസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടത്തെയും കുറച്ച് വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ചങ്കിലെ സ്നേഹമാ ബ്രോ, ഞങ്ങൾ കോട്ടയംകാര് സ്നേഹിച്ച് കഴിഞ്ഞാൽ ചങ്കോടു ചങ്കാണു ബ്രോ. അങ്ങനെ ഇപ്പൊ പാലക്കാട് എത്തിയിരിക്കും. കാത്തിരുന്ന് അവസാനം അനുവിനെ കണ്ടെത്തി കേസ് വന്നിരിക്കുന്ന ചെക്ക്. പിന്നെ ഇത് രാകേഷ്, അനുവിന് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഞങ്ങൾ ഇനി നേരെ അങ്ങോട്ട് പോട്ടെ. മലമ്പുഴ കവയ്ക്കാണ് നമ്മൾ പോണേ. അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും, ഇത് അനൂപിന്റെ കൂട്ടുകാരൻ കേസ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പഠിച്ചതാണ്. ഇതിന്റെ പേരെന്നാ പറഞ്ഞു കൊടുക്കടാ? എന്റെ പേര് ഫസൽ കേസ്. ഇതിന്റെ പേര് ഫസലാണ്. ഞാൻ ഈ മൊബൈൽ ടെക്നീഷ്യൻ പഠിക്കുമ്പോഴൊക്കെ ഒന്നും കൂടിയുണ്ട്. പിന്നെ ഇത് രാകേഷ്, ഇവനും ഞാൻ പഠിക്കുമ്പോൾ കൂടിയുണ്ട് കേസ്. ഞാൻ പിന്നെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി. ഞങ്ങൾ പുതിയ വണ്ടിയൊക്കെ എടുത്ത് ബുള്ളറ്റൊക്കെ എടുത്ത് ചിലവും തന്നിട്ട് എന്നാൽ അവൻ്റെ ചിലവായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ കവയ്ക്ക് പോവാണ്. അല്ലേ, കവയല്ലേ സ്ഥലപ്പേര്? കവ. അങ്ങോട്ട് നേരെ പോകണം. ഇപ്പോൾ ഞങ്ങൾ അനൂപ് വർക്ക് ചെയ്യുന്ന ഷോപ്പിൻ്റെ അവിടെ ഉള്ള കേസ്. നിങ്ങൾക്ക് അവിടെ ബോർഡ് കാണുന്നുണ്ട്, അതാ ഡോക്ടർ മൊബൈൽസ്. ഇപ്പോൾ അവിടെ നിൽക്കണേ. ഇനിയിപ്പോൾ എൻ്റെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. 3 വണ്ടിയുണ്ട്. ഞങ്ങൾ ടോട്ടലി 4 പേരുണ്ട്. ഒരു വണ്ടി എന്തായാലും ഇവിടെ വെക്കാൻ പറഞ്ഞിട്ട് എൻ്റെ വണ്ടി ഇവിടെ വെച്ചു. ഇനി ഞങ്ങൾ നേരെ കവയിൽ പോവാണ് കേസ്. അപ്പോൾ പോണ വഴി കാഴ്ചകളൊക്കെ യെസ്. അപ്പോൾ നമ്മൾ മംഗൾ ഡാം എത്താനായി. അപ്പോൾ നമ്മുടെ ഫസലിന് എന്തായാലും നല്ല ദാഹമുണ്ട്, വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നമ്മൾ രഘുവാണ്ട കടയിൽ വന്നിട്ടല്ലേ. ഇവിടുന്ന് ഓരോ സർവത്ത് കുടിച്ചിട്ട് നേരെ മംഗൾ ഡാം പോവുക കേസ്. അപ്പോൾ ഇതാ ഫസലും അടിക്കുന്നുണ്ട്, രാകേഷും അടിക്കുന്നുണ്ട്. ഞങ്ങളെ കുറച്ച് വൈകി, നല്ല ബാക്കിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനും അനൂപും കൂടെ കഴിക്കട്ടെ. സോറി കേസ്, എനിക്ക് പേര് മാറണം. ഞങ്ങൾ മലമ്പുഴയ്ക്കാണ് പോകണം. ഓക്കെ, അപ്പോൾ ഇനി പോകുമ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കേസ്. അവിടെ നിങ്ങൾ കാണുന്നുണ്ടാ, ഒരു രക്ഷയില്ല. അതേ ആൾക്കാരൊക്കെ കയറി ഇറങ്ങുന്നുണ്ട്. അതേതാ മല കേസ്? നിങ്ങൾ അതാ അങ്ങ് ദൂരെ കാണുന്നുണ്ട്, അതാ മല കേസ്. അതിൻ്റെ മുകളിൽ അമ്മാതിരി വെയില് എന്ന് പറഞ്ഞ അമ്മാതിരി വെയിലാണ്. പക്ഷെ അതിൻ്റെ മുകളിൽ ആൾക്കാരുണ്ട്. ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചത് കേസ്. ഓക്കെ കേസ്, നിങ്ങൾ കാണുന്ന കണ്ടതാ ആ കാണുന്ന 2 പേര് അതേ നടന്നുകൊണ്ടിരിക്കുക.
കേസ് അപ്പൊ എനിക്ക് അനൂപ് ഒരു ചിയേഴ്സ് ആണ് കേസ് ചെക്ക കുടി അപ്പൊ കേസ് ഞങ്ങൾ ഇതൊക്കെ കുടിച്ചിട്ട് നേരെ മലമ്പുഴ പോട്ടെ. കുറെ പ്രാവശ്യം ഞാൻ മാറി മാറി പറയണം മംഗൾ ഡാം. ശരിക്കും മലമ്പുഴയെ പോണ കേസ്. അത് എനിക്ക് എന്താണെന്ന് അറിയില്ല, മംഗൾ ഡാമിനോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ്. വെറുതെ ആ പേരിനെ പറയണം, അതാണ്. ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ കേസ്. ഞാൻ അതൊക്കെ കുടിച്ചിട്ട് നല്ല തണുപ്പുണ്ട്, ഇത് രക്ഷയില്ല. ശരിക്കും നല്ല സർവത്തിന്റെ നല്ല ടേസ്റ്റ്. ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകും. ബൈ ബൈ. ചെക്കന് ചെലവാണ് പറഞ്ഞത്. ചെക്ക് ഞങ്ങളുടെ വെള്ളത്തിന്റെ കാശൊക്കെ കൊടുത്തു, കടല പരിപ്പൊക്കെ മേടിച്ചത്. ഞാൻ ചോദിച്ചു എന്ത് മുട്ടായി വേണ്ട ചോദിച്ചത്. ഞാൻ പറഞ്ഞു കടല പരിപ്പ് മതിയോ. ഗ്യാസ് എന്തൊക്കെയാ ഗ്യാസ് എന്നെ കുറിച്ച് എന്തൊക്കെയോ കുശു കുശു ചോദിക്കടാ അതല്ലേ. ഗ്യാസ് ഞങ്ങൾ അങ്ങോട്ട് മോളിൽ പോട്ടെ. ഓക്കെ അങ്ങനെ ഞങ്ങള് മലമ്പുഴ എത്തിയിരിക്കുകയാണ്. ഇനി എങ്ങോട്ടാടാ നേരെ ഏരിയ പോണ്ട്? യെസ്, നമ്മൾ ഇനി ഇതേ നേരെ പോണം. നേരെ പോയ അതാണ് കവ മെയിൻ. ഇതെന്താ പുലി പണ്ട് ഈ സ്ഥലത്തൊന്നും പുലി ചാടിയിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇനിയിപ്പോ അങ്ങോട്ട് കാണാണ്ട. ഇതേപോലെ തന്നെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ കണ്ടാണ്. അതാണ് കവ. അവിടെ കുറെ ലേഡീസും ഫാമിലീസും ഒക്കെ നിൽക്കണ്ടല്ലോ.
ഗേസ് അപ്പോൾ ഇതാണ് കവാന്നാ പറയണേ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാന്നാ പറയുന്നത്. ഇനി ഫ്രണ്ടിക്ക് വല്ലതും കാണാനുണ്ടടാ രാജേഷ്? ഇനി ഫ്രണ്ടിക്ക് എന്തെങ്കിലും കാണാനുണ്ടോ? ഫ്രണ്ടിക്ക് ഗേസ് ഫ്രണ്ടിൽ കുറച്ച് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്ന് പറയണോ. ഇപ്പോൾ വേനലായതുകൊണ്ട് ഉണ്ടോയെന്ന് അറിയില്ല. ബട്ട് നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ ഗേസ്. ബ്ലിപ്പർ എടുത്തിട്ട് ഒന്നും ശരിയായുള്ള അനൂപിന് ഏതും എടുത്തിട്ട് ഇഷ്ടപ്പെടില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഫസല് നമ്മുടെ ക്യാമറമാനാണ്. എനിക്ക് 2 പിക്ക് എടുത്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. രാജേഷേ ഇവിടുന്ന് എടുത്തിട്ട് ഇഷ്ടപ്പെടില്ല അല്ലേ? ഗേസ് ഇവിടെ പോരാന്നാ പറയണേ. ഗേസ് ചെക്കേനെ കളിയാക്കി ഗേസ്. സംഭവം ഫ്രണ്ട് ക്യാമറയാണ് പറഞ്ഞത്. ഞാൻ ആലോചിച്ചു ഇനി മാറിയാ വിചാരിച്ചു. ഞങ്ങളെ കുറച്ച് ചോട്ടിൽ പോയിട്ട് നല്ല പ്ലേസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ച് പിക്കൊക്കെ എടുക്കണം. ചോട്ടിൽ കാണാൻ നിറയുണ്ട് തോന്നുന്നു ഗേസ്. ഇപ്പൊ ഞങ്ങൾ നിന്നപ്പോ തന്നെ ഒരുപാട് വണ്ടികൾ ഇതിയെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് പോകുമ്പോ ചോട്ടിലെ കാഴ്ചകളും കൂടെ കാണാം. നിങ്ങൾ കവയ്ക്ക് വരികയാണെങ്കിൽ ഇതുപോലത്തെ മനോഹരമായ കാഴ്ചകളാണ്. പിന്നെ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് ഡാമിൻ്റെ ബാക്ക് വശങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഇതുപോലത്തെ അടിപൊളി കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചിട്ട് ഇങ്ങനെ നമുക്ക് യാത്ര ചെയ്യാം. ഒരു പ്രത്യേക സുഖമായിരുന്നു ജീവിതം. കട കണ്ടു. അപ്പോഴേക്കും രാജേഷിന് വെള്ളം തയ്ക്കുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ കടയിലൊക്കെ കയറി. ഗേസ് നിങ്ങൾ ഇവിടെ മുകളിൽ കാണണം. എന്താ പറയുക, ഒരു രക്ഷയില്ല. മലങ്ങൾ കാണുന്നുണ്ട്. അതാണ് ഗേസ് ഇവിടെ ഫുള്ള് അടിപൊളി സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലങ്ങൾ. ഒരു രക്ഷയില്ല. അങ്ങനെ കേസ് ഞങ്ങൾ ഈ കടയിലെത്തി. ഇവിടെ നല്ലൊരു കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകാം. കേസ് നിങ്ങൾ കാണുന്നുണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കി. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. ഇത് നമ്മുടെ മലമ്പുഴ ഡാമിക്ക് വെള്ളം ഒഴുകി വരുന്ന സ്ഥലമാണ് കേസ്. അതാണ് ഇവിടെ ഇത്രയും മണൽ. ഇത് ആ മുകളിലത്തെ മലയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന സ്ഥലമാണ്. അടിപൊളി. അതിൻ്റെ ഇടയിൽ കുറേ പോസ്റ്റും കാര്യങ്ങളും കേസ്. ഇവിടെ വെള്ളം മഴക്കാലത്ത് ഇവിടെ വരുമ്പോൾ ആ ഒരു ഫീല് വേറെ തന്നെയായിരിക്കും. പ്രളയത്തിന് ഒലിച്ചുപോയ വീടാണ് കേസ്. ഇവിടെ ആൾ താമസമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പ്രളയം വന്നപ്പോൾ ഇവിടെ നിന്ന് ഇതെല്ലാം തകർന്നു പോയതാണ്. ഈ വീടൊക്കെ കാണുന്നുണ്ട് ഞങ്ങൾ. ഇപ്പോൾ വലിയ കുഴപ്പമില്ല കേസ്. അതിൻ്റെ മുകളിൽ ആ ഭാഗത്തേക്കൊക്കെ വീടുണ്ട്. കണ്ട അതാ ആ മുകൾ ഭാഗത്തേക്കൊക്കെ വീടുണ്ട്. അടിപൊളി സ്ഥലമാണ് കേസ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് കളിക്കാൻ ഫുട്ബോളോ ക്രിക്കറ്റോ എന്തെങ്കിലും കളിക്കാനുള്ള നല്ല ഗ്രൗണ്ട് ഉണ്ട് കേസ്. പക്ഷേ വേനൽക്കാലത്ത് മാത്രം പറ്റുള്ളൂ. മഴക്കാലത്ത് പറ്റുമോ എന്നറിയില്ല. യെസ്, അനൂപ് ഇവിടെ നേരത്തെ വന്നിട്ടില്ല. ബട്ട് അവരായിരുന്നു എല്ലാ വഴികളും കാര്യങ്ങൾ കേസ്. കുറേ പോയാൽ മതി അവിടെ കുറേ കാഴ്ചകളൊക്കെ കാണാനൊക്കെ. ആ കേസ് അങ്ങനെ അനൂപ് കാര്യമായിട്ട് ഞാൻ വിചാരിച്ചു ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടോ സംസാരം കേട്ടോ അങ്ങനെയൊക്കെ വിചാരിച്ചു. ബട്ട് അവർ നമ്മളോട് ചോദിക്കുമ്പോൾ പിന്നെ പറയണ്ടേ. എന്താ രാകേഷ് യു സ്മൈലിങ്? ഹെൽമെറ്റ് ഇട്ട് ചിരിക്കുന്ന അറിയില്ല കേസ്. സ്ഥലം നോക്ക്. ഞാൻ അവിടെ കാണുന്നുണ്ട് കേസ്. അത് ഫുള്ള് നല്ല പച്ചപ്പ് പിടിച്ച സ്ഥലങ്ങൾ. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാ കാണുന്നത് നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ ബാക്ക് വശമാണ് കേസ്. അടിപൊളി വ്യൂ ആണ് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. മഴക്കാലത്ത് വരുമ്പോൾ ഇവിടെ ഫുള്ള് പച്ചപ്പരവതാനി വിരിച്ചൊരു ഭംഗിയും അതിൽ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഡാമും അതിൽ മഴക്കാലത്തൊക്കെ വരുമ്പോൾ നിറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും കേസ്. നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്നുണ്ടോയെന്നറിയില്ല. ആ ദൂരെ കാണുന്ന ആ മലഞ്ചെരുവിൻ്റെ ഓരത്തുകൂടിയായിരുന്നു നമ്മൾ ഇത്രയും നേരം റോട്ടിൽ കൂടെ സഞ്ചരിച്ച് വന്നത്. എന്നിട്ട് ഇങ്ങനെ ഈ റാമിന് നമ്മളിങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ പോവുക കേസ്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴുകുന്ന ആ സ്ഥലങ്ങളും അതുപോലെ ഡാമിലെ കുറേ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ട് യാത്ര ചെയ്യാം. ബൈക്ക് കൊണ്ടൊക്കെ വരികയാണെങ്കിൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് വന്ന് കണ്ടിട്ട് പോകണം. അപ്പോൾ കുറച്ചും മഴക്കാലത്തും കൂടെ വരുമായിരിക്കും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല കേസ്. അതാണ്. ഓക്കെ, നിങ്ങളെന്തായാലും കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കി. സൂപ്പറാണ്.
എടുക്കാൻ പറ്റിയ നല്ല പ്ലേസ് ഒന്നും കാണുന്നില്ല. അതാണ് പ്രശ്നം. കേസ് ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇവിടെ നല്ല പിക്ക് എടുക്കാൻ കഴിയുമോ നോക്കട്ടെ. നിങ്ങൾ സ്ഥലം ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഒരു രക്ഷയില്ല. ഇത് ഡാമിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നു. നിങ്ങൾ കാണുന്നതാ ഇതിൻ്റെ മലൻ്റെ മുകളിൽ നിന്ന് കേസ് ഇങ്ങനെ വെള്ളം ഒഴുകി തിരികെ വന്നിട്ട് ഡാമിലേക്ക് പോകുന്ന സ്ഥലം. ഇവിടെ കുറേ പേര് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കുന്ന കേസ്. നമ്മുടെ ചെക്ക് എന്താ ക്യാമറയൊക്കെ ഓണാക്കി സെറ്റായി ഓണാക്കി നിൽക്കണം. അയ്യോ യെസ്, ചെക്കൻ എന്നെ എന്തോ മെല്ലെ പറഞ്ഞു, ഞാൻ കേട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടുന്ന് നോക്കട്ടെ നല്ല പിക്ക് കിട്ടാൻ. നമ്മൾ നേരത്തെ പോയ അവിടെ ഒരു സുഖം ഉണ്ടായിരുന്നില്ല, പിക്കൊന്നും എടുക്കാൻ പറ്റിയ സ്ഥലമേ ആയിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നേരെ ഇറങ്ങി. പിന്നെ കുറച്ച് പേര് അവിടം വരെ പോയി അവിടെ തിരിച്ചു വന്നു. ഇപ്പോൾ ഇവിടെ നല്ല പിക്ക് കിട്ടുമെന്ന് നോക്കട്ടെ. കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ എടുക്കും യെസ്. ഓക്കെ ഗേസ്, നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ അടിപൊളി പിക്ക് എടുക്കാം. പക്ഷേ ഇങ്ങോട്ട് ഇറങ്ങാൻ കഴിയുമെന്നറിയില്ല. നിങ്ങൾ ആ വഴി കാണുന്നുണ്ടതാ, ആ ഭാഗത്തോടെ നമുക്ക് വണ്ടി അധികം ഇറക്കിയിട്ട് കേസ് അവിടെയൊക്കെ പോയിട്ട് അടിപൊളി നല്ല നല്ല പിക്ക് എടുക്കാം. പക്ഷേ ഇപ്പം എന്തായാലും നടക്കില്ല. ഇപ്പം നല്ല പ്രകാശമുണ്ട്, വെയിലുണ്ട്, അതുകൊണ്ട് ക്യാമറയിലൊന്നും ക്ലിയർ ആയിട്ട് കിട്ടില്ല. നമ്മളെന്തായാലും നോക്കട്ടെ, വെയിലൊന്നും താഴെയാണെങ്കിൽ ഇവിടെ നിന്ന് എടുക്കുക കേസ്. പക്ഷേ ചെക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ അങ്ങോട്ട് വണ്ടി ഇറക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അതൊക്കെ സീനാണ്, നോക്കണം. അപ്പോൾ ഞങ്ങൾ നോക്കട്ടെ കേസ്. നല്ല സ്ഥലമൊന്നും കിട്ടണേ ഇല്ല. അനുവിന് ഫുള്ള് സങ്കടം കണ്ടാ പറയണ കേസ്. ഇത്രയും ദൂരം വന്നാണ്, ഒരു ഉപകാരമില്ല. അതിനൊരു ഫോട്ടോയും കൂടെ കിട്ടിയിട്ടില്ല. അതിൻ്റെ രോദനമാണ്. നല്ല പിക്ക് കിട്ടും നോക്കട്ടെ കേസ്. പറടാ ക്യാമറാമാൻ സെലിനോടൊപ്പം അനൂപൻ രാകേഷ്. ഇതാണ് ശരിക്കും ഗവ എന്ന് പറയുന്ന സ്പോട്ട്. ഗവ എന്ന് പറയുന്ന സ്പോട്ട് ശരിക്കും ഇതാണ് കേസ്. പക്ഷെ നമ്മൾ ഇവിടെ നിർത്തിയിട്ടേ ഇല്ല. നമുക്കിനി ഇവിടെ നിർത്തി നോക്കാം, നല്ല പിക്ക് എടുക്കാൻ പറ്റുമോ. ഞങ്ങളെ ഗവ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. സംഭവം ഇതാണ് ശരിക്കും ഗവ. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചത് ഇതാണ് ഗവ. സോറി കേസ്, ഗവ. ഈ സ്ഥലത്തിലായിരുന്നു നമ്മൾ വരേണ്ടത്. അവിടെ പോയപ്പോൾ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമ്മൾ ഇവിടുന്ന് നല്ല പിക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം. ശരിക്ക് നമ്മൾ വന്ന സ്ഥലം അതാണ് മലമ്പുഴ കവാന്ന വന്നത്. ആ സ്പോട്ട് ശരിക്കും അവിടെയാണ്. ഇപ്പത്തേരം വന്നിട്ട് എനിക്ക് മനസ്സിലായില്ല. ഏകദേശം ഈ ഭാഗത്തേക്ക് തന്നെയാണ്. നമ്മൾ ഈ വരുന്ന വഴിയൊക്കെയാണ് ശരിക്കും കവ എന്ന് പറയുന്ന സ്ഥലം. സംഭവം ഞാൻ വിചാരിച്ചു അവിടെ എന്തൊക്കെയോ ഉണ്ട്, മീൻസ് എന്തെങ്കിലും ഇപ്പോൾ നമ്മളൊരു ഡാമിക്ക് പോകുമ്പോൾ അവിടെ അണക്കെട്ട് കുറേ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേസ്. ഇവിടെ നമുക്കിങ്ങനെ കുറേ നല്ല പ്ലേസുകളുണ്ട്. ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ നല്ല ഫോട്ടോസൊക്കെ എടുക്കുക, അങ്ങനെ മുകളിലേക്ക് കുറച്ച് നേരം നടക്കുക, അവിടുത്തെ അടിപൊളി സ്ഥലങ്ങൾ ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. നിങ്ങൾ വരികയാണെങ്കിൽ വേനൽക്കാലത്ത് വന്നിട്ട് വലിയ കാര്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. വരികയാണെങ്കിൽ നല്ല മഴക്കാലത്ത് കയറി കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക എനർജി ആയിരിക്കും, അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഒരു മഴക്കാലത്ത് വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ നല്ല പിക്കുകളൊക്കെ കിട്ടുമോ നോക്കട്ടെ. അപ്പോൾ ഗേസ് നമ്മളങ്ങനെ തിരിച്ച് മലമ്പുഴ ഡാമിൻ്റെ ഫ്രണ്ട് എത്തിയിരിക്കുകയാണ്. ഇനി അനൂപും രാകേഷും കൂടെ പറഞ്ഞ് ഞങ്ങൾ നേരത്തെ ഫോട്ടോ എടുത്ത സ്ഥലങ്ങളുണ്ട്, അവിടെയും കൂടെ പോയിട്ട് നമുക്ക് കുറച്ച് പിക്കും കൂടെ എടുത്തിട്ട് തിരിച്ചിറങ്ങാമെന്ന് പറഞ്ഞു കേസ്. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. കേസ് നമ്മൾ വിചാരിച്ച പോലെ ഒരു അനൂപ് 2ാം പ്രാവശ്യം ഫോട്ടോ എടുക്കണം പറഞ്ഞാൽ നമ്മളെ കൊണ്ടുവന്ന് നിന്നിട്ടാണ് കേസ്. ഈ പാലത്തിലൊക്കെ വേണമെങ്കിൽ ഒന്ന് ഫോട്ടോ എടുക്കാം. സ്ഥലം വിചാരിച്ചില്ല, അടിപൊളി കേസ്. ഇത് ഡാമിന്റെ വേറൊരു ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, രാകേഷാണ് കേസ് ബാക്കിൽ. സംഭവം അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ കാണുന്നുണ്ടോ? ഇവിടെയൊക്കെ ഇറങ്ങി അടിപൊളിയായിട്ട് കുളിക്കാൻ ഒരു രക്ഷയില്ല, അടിപൊളി സ്ഥലം. അവിടെ കുറേ ആൾക്കാരൊക്കെ ഇറങ്ങി നിൽക്കുന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നമ്മൾ ഇത്രയും പ്രതീക്ഷയില്ല. ഇവര് വരാൻ പറഞ്ഞ നമ്മള് ഇത്രയും പ്രതീക്ഷയില്ല കേസ്. ഇവിടെയാണ് ഇവര് ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞ സ്ഥലം കേസ്. നമ്മൾ കാണുന്നു അവിടുത്തെ വിശ്വസിച്ച് ഞാൻ വണ്ടി നിർത്തിയിട്ടുണ്ട്. അതൊക്കെ നിറയെ ആൾക്കാർ അതിൽ ഞങ്ങളെ പോണ വഴി കാണുന്നത്.
ഇതാണ് നമ്മുടെ മലമ്പുഴ ഡാം. സ്ഥലം മുകളിൽ ഒരു അടിപൊളിയാണ്. പോസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേസ്. വണ്ടിയൊക്കെ വെച്ച് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു കുറച്ച് വിഷ്വൽസ് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മള് വന്ന വഴി എങ്ങനെയുണ്ട് കേസ്? സെറ്റ് ആയിട്ടില്ല, ഒരു രക്ഷയില്ല. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സംഭവം അവിടെ നിന്ന് ഞങ്ങൾക്ക് ഫോട്ടോസ് ഒന്നും നേരെ കിട്ടിയില്ല. അപ്പോൾ രാകേഷും ഫസലും കൂടെ പറഞ്ഞു നമുക്ക് കുറച്ച് നേരത്തെ ഞങ്ങൾ കുറച്ച് പിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലം കൂടെ വന്നിട്ട് കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിയിരുന്നു. കേസ് എൻ്റെ ഈ തൊട്ടടുത്ത് ഡാമാണ് കേസ്. ഇവിടെ ഇറങ്ങാൻ ഒരു കുഴപ്പമില്ല. അവിടെ നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ അവിടെ കുറേ ആൾക്കാർ ഇറങ്ങി വെള്ളത്തിലേക്ക് കളിക്കുന്നുണ്ട്. അടിപൊളിയാണ്. ഇവിടെ നിന്നാണ് ഇനിയിപ്പോൾ ഞങ്ങൾ ഇനി കുറച്ചുകൂടെ പിക്ക് എടുക്കുന്നത്. എടുത്തിട്ട് ഒരു എന്താ പറയുക, ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ആ ഫോട്ടോനെ കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഗുമ്മില്ല കേസ്. ആ സംഭവം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്ഥലവും തേടിയെത്തി. ഇവിടെ വരുമ്പോഴേക്കും അത്യാവശ്യം ലേറ്റ് ഒക്കെ പോയി. അപ്പോൾ സെറ്റ് ആയിരിക്കുന്നു പ്രതീക്ഷിക്കണം. ഇവിടുത്തെ നിങ്ങൾ വരുന്ന വഴി കണ്ടില്ലേ, ഒരു രക്ഷയില്ല. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ അവിടെ തിരിച്ചിറങ്ങുകയാണല്ലേ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. ഇനി വിഷ്വൽസ് ഒന്നും എടുക്കാൻ കഴിയില്ലല്ലോ പറഞ്ഞിട്ട് കേസ്. ഞങ്ങൾ ഇവിടുന്ന് രണ്ട് മൂന്ന് ഫോട്ടോ കൂടെ എടുക്കട്ടെ കേസ്. ഒരു രക്ഷയില്ല. രാകേഷ് ഫുള്ള് സീനാക്കിയിട്ടുള്ളത്. ഞങ്ങൾ പോയിട്ട് വണ്ടിയൊക്കെ ഒന്ന് മാറ്റി നിർത്തട്ടെ. ഓ കേസ്, രാകേഷ് ഫുള്ള് സീന്. വണ്ടി അവിടെ നിർത്തിയിട്ട് വണ്ടി ഫുള്ള് ട്രാഫിക് ജാമായി ആകെ സീന്. കേസ് രാകേഷ് വണ്ടി എല്ലാവരും പറയണ കേസ്. ഒരു രക്ഷയില്ല. വണ്ടി അവിടെ നിർത്തിയിട്ട് ഒരു ഫുള്ള് ബ്ലോക്ക് ആയിട്ടുള്ളത്. എവിടേക്കാണ്? അപ്പോൾ ഗൈസ്, ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് അടിച്ചങ്ങോട്ട് പൊട്ടിക്കുക. പിന്നെ അടുത്തൊരു മനോഹരമായ വീഡിയോ എടുത്ത് അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. ബൈ. അപ്പോൾ ബൈ ഗൈസ്. അപ്പോൾ കേസ് ഞങ്ങൾക്ക് വെള്ളം ഒരു നല്ല ദാഹം. അപ്പോൾ കുറെ ഒരു ലൈമൊക്കെ കുടിച്ച് വേണ്ടി. പിന്നെ അനൂപ് നേരത്തെ അനന്തോ അർജുനന്റ് പറഞ്ഞ് പോയി. രാകേഷ് ഇവിടെ നല്ല അലങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേസ്. സംഭവം നല്ല വിശന്നു. ഞങ്ങൾ ഉച്ചയ്ക്കൊന്നും ഫുഡൊന്നും കഴിച്ചില്ല. അപ്പോൾ ലൈമൊക്കെ കുടിച്ചിട്ട് നല്ല തെറിക്കട്ടെ. നല്ല തണുത്ത ലൈമ് ഫ്രഷ് ആയിട്ടുണ്ട്. എൻ്റെ കണ്ണിൽ കൂടെ എന്തൊക്കെയോ കിളിയൊക്കെ പോണ കേസ്. അപ്പോൾ ബൈ ബൈ കേസ്. അനൂപ് ഫോട്ടോയ്ക്ക് പോസ് കൊടുക്കുന്നു. ഓ ഗേസ്, അവിടുന്ന് ഒറ്റയ്ക്ക് സെൽഫി എടുത്ത് ആസ്വദിക്കുന്ന രാകേഷ് ഗേസ്. ശ്രദ്ധിച്ചിട്ടൊക്കെ പോണം. ബട്ട് അല്ലെങ്കിൽ സീനാണ്. എന്താടാ